പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 9-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: നിയമപ്രകാരം മിക്ക വസ്തുക്കളും ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തത്താലാണ്. രക്തം ചിന്താതെ പാപമോചനമില്ല. നമുക്ക് പാപമോചനം കിട്ടിക്കഴിഞ്ഞു. അത് യേശുവിൻ്റെ രക്തം മൂലമാണ്. യേശുവിൻ്റെ രക്തത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്: യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. ആരുടെ രക്തം മൂലം? യേശു തൻ്റെ കുരിശുമരണം വഴി നമുക്ക് യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. അപ്പോൾ യേശുവിൻ്റെ രക്തം മൂലം നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ധൈര്യമുണ്ടെന്നാണ് ബൈബിളിൽ നമുക്ക് കാണിച്ചു തരുന്നത്. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ഒരുപാട് വചനഭാഗങ്ങൾ ബൈബിളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ രക്തം എത്രത്തോളം വിലപ്പെട്ടതും പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്ക് 2 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം വിശുദ്ധ കുർബാനും, രണ്ടാമത്തെ കുരിശിൻ്റെ വഴിയും. ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നുള്ളത്. വിശുദ്ധ കുർബാനയിൽ യേശു നമുക്കായിട്ട് അവൻ്റെ തിരുശരീരവും തിരുരക്തവും പകർന്നു നൽകുകയാണ്. ആ സമയത്ത് നമ്മൾ വീട്ടിലിരുന്നാൽ നമുക്ക് വല്ല മോചനം ഉണ്ടാവോ? വീട്ടിലിരുന്ന് സിനിമയും കണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുമോ? ഒരിക്കലുമില്ല. നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് അവൻ്റെ ശരീരവും രക്തവും പാനം ചെയ്യുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ കിട്ടുന്നത്. നിത്യജീവൻ കിട്ടണമെങ്കിൽ വിശുദ്ധ കുർബാന കാണണം. വിശുദ്ധ കുർബാനയിലൂടെ ഒരുപാട് അത്ഭുതങ്ങളും സൗഖ്യങ്ങളൊക്കെ ഉണ്ടാവും. യേശു നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും ബലിയർപ്പിക്കുകയാണ് ഓരോ ദിവ്യബലിയിലും. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്ന കാര്യമുണ്ട്: ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും അവൻ്റെ ബലിയിൽ പങ്കെടുക്കും. അതുവഴി എനിക്ക് അവൻ്റെ രക്തം പാനം ചെയ്യാനും പാപികളെ അതായത് ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കാനൊക്കെ സാധിക്കുമെന്നാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാന നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു വസ്തുതയാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. യേശുവിനെ ഉൾക്കൊള്ളുമ്പോൾ, അവൻ്റെ രക്തം പാനം ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് വിട്ടുപോകും. അതുപോലെ തന്നെ കുരിശിൻ്റെ വഴി. ഈ നോമ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല, അല്ലാത്തപ്പോഴും എല്ലാ ദിവസവും യേശുവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം പൈശാചിക ബന്ധനങ്ങൾ തകർക്കാനായിട്ട് കുരിശിൻ്റെ വഴി ചൊല്ലുന്നത് നമുക്ക് സാധിക്കും. കാരണം അവർക്കറിയാം ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷ കിട്ടുമെന്ന്. യേശുവിൻ്റെ രക്തം മൂലം നമുക്ക് രക്ഷ കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എങ്ങനെ ചെല്ലാതിരിക്കാമെന്നാണ് നമ്മളെ കൊണ്ട് അവർ ചിന്തിപ്പിക്കുന്നത്. കാരണം യേശുവിൻ്റെ പീഡാസഹനങ്ങളെ പറ്റിയല്ലേ നമ്മൾ ധ്യാനിക്കുന്നത്. ആരെക്കുറിച്ച്? യേശുവിനെ കുറിച്ച്. അതപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമോ? അതുകൊണ്ട് ഇതെങ്ങനെ ഇല്ലാതാക്കാമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം വിശുദ്ധ കുർബാന, അതുപോലെ ഇങ്ങനെ കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലാം. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും എടുത്ത് കളയരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം കൂടിയാണ്. റോമായുടെ പുസ്തകത്തിലുള്ള വായന 3-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത്: വിശ്വാസവഴി സംബന്ധമാക്കുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. ആരെ? യേശുവിനെ. അതുപോലെ തന്നെ 1 പത്രോസ് 1-ാമത്തെ അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ പ്രകാരം പറയുന്നു: പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യക്തമായ ജീവിതരീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. ഒരുപാട് വചനങ്ങളുണ്ട് യേശുവിൻ്റെ തിരുരക്തത്തെക്കുറിച്ച് പറയുന്നത്. എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം: എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. എബ്രായർ 10:14 പറയുന്നത്: വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണമാക്കിയിരിക്കുന്നു. അതുപോലെ എബ്രായർ 10:10: ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് വചനങ്ങൾ, യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചുള്ള ഒരുപാട് വചനങ്ങൾ ബൈബിളിലുണ്ട്. അപ്പോൾ യേശുവിൻ്റെ രക്തം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മൾ യേശുവിൻ്റെ രക്തത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ രക്തത്തോടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവും.
നമുക്ക് എന്ത് പ്രശ്നം വന്നാലും യേശുവിൻ്റെ രക്തം, നമ്മുടെ നാവിൽ വരേണ്ടത് യേശുവിൻ്റെ രക്തം. നമുക്കൊരു പാപം ചെയ്യാൻ പോവുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും അവസ്ഥയിൽ പെട്ടിരിക്കുന്ന, എന്താണ് നമ്മുടെ അവസ്ഥ എന്നറിയില്ല, ചിലപ്പോൾ ദുരിതമോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, ആ സമയത്തും യേശുവിൻ്റെ രക്തത്തോടെ പ്രാർത്ഥിക്കുക. അവൻ്റെ രക്തം വഴി നമുക്ക് പാപമോചനവും വിശുദ്ധീകരണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.